ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊരു വിശേഷം, സുഖമല്ലേ? ഇന്ന് എത്ര തീയതിയാണ്? 11-ാം തീയതി. ഇന്ന് തന്നെ വീഡിയോ എടുക്കണത്. ഷോപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇത് വീഡിയോ എടുത്തിട്ട് ജോലി തുടങ്ങണം. ഇന്നലെ ഒരു പെങ്കൊച്ച് മരിച്ചു കേട്ടില്ലേ? സംശയ രോഗത്തെ തുടർന്ന് കാമുകൻ തലക്കടിച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഈ സംശയരോഗം എന്ന് പറയുന്നുണ്ടല്ലോ, പലരും നമ്മൾ ഉപദേശിച്ച് തരാനുണ്ടാവും, മോളത് ശരിയല്ല, ആ വ്യക്തി ശരിയല്ല, ഞങ്ങളോട് ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്തുള്ള സ്നേഹത്തിൻ്റെ പേരിലുണ്ട് ആദ്യം അറ്റാച്ച് ചെയ്തിട്ട് പറിച്ചാൽ അപ്പം നമ്മളെ ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും, നമ്മളിത്ത പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും, നമ്മളെ നാത്തും പറഞ്ഞ് അവരിലൊക്കെ നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. പക്ഷേ ചിലരുണ്ട് അധികമൊന്നും വിശ്വസിക്കാണ്ട് കഴിയുമ്പോൾ തന്നെ അഡിക്റ്റായിട്ട് നിൽക്കണത്. വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യണവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ നല്ല നിലക്ക് ആ പെൺകുട്ടീനെ തലക്കടിച്ചിട്ടുണ്ടെങ്കിൽ ചെക്കന് സ്നേഹിച്ച പെണ്ണ് അവൻ വേറെ ഒരാളായിട്ട് അഫെയർ ഉണ്ടെന്നുള്ള ഇതാണ്. നമ്മളിപ്പോൾ ഒരാളായിട്ട് വർത്തമാനം പറയുമ്പോൾ ചിലർ പറയും, നീ അങ്ങനെ എനിക്കറിയാം, നീ അയാളെ കൂടാണ്, വേറെ ആളായിട്ട് വർത്തമാനം പറയും, നീ അതേ കൂടെ. ചിലരുണ്ട് കുറേ നമ്മളൊന്നും അറിയാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഈ വോയിസിൽ നീ പറഞ്ഞതല്ലേ ഈ വോയിസ്, നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ, നമ്മളാ സംഭവം തന്നെ അറിയുന്നുണ്ടാവില്ല. ഇവർക്ക് ഇന്നുണ്ടല്ലോ ഒരാളോട് ഈ സംശയരോഗികൾക്കുണ്ടല്ലോ എത്ര ഇതാക്കിയാലും ഒരു സംശയം മാറില്ല. അത് നമ്മളിപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും എത്ര മാറ്റാമെന്ന് വിചാരിച്ചാലും ചിലവരുടെ സ്വഭാവം അതാണ്. അതിങ്ങനെ അവരെ ചോരയിൽ അലിഞ്ഞിരിക്കുകയെന്ന് പറയും. ചിലപ്പോൾ അവരെ കൊണ്ട് നമുക്ക് നല്ല ഉപകാരം കിട്ടിയിട്ടുണ്ട്, ആ ഉപകാരത്തിനനുസരിച്ച് നമ്മൾ വെറുപ്പിച്ചിട്ടുണ്ടാവും. നമ്മളെ ഇപ്പോൾ എനിക്ക് തന്നെ യൂട്യൂബിൽ കുറേ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ അവർക്ക് നല്ലതിനായിട്ട് പറഞ്ഞു തന്ന ഫ്രണ്ട്സുകളുണ്ട്. പക്ഷെ കുറേ കാലമായിട്ട് ഞാൻ അവരെ ലൈവിലാട്ടോ ഒന്നിലാട്ടോ പോവാറില്ല. പക്ഷെ അവർ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെവിക്ക് കൊള്ളാണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, റംലു അങ്ങനെ അല്ലടി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ചെവിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കേട്ടാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അവർ പറഞ്ഞു തന്നെ കറക്റ്റാണ്. നമ്മളെക്കുറിച്ച് ഒരാളോട് പറയണ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മളറിയുമ്പോൾ പടച്ചോനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ആന്ന് പറഞ്ഞുണ്ടല്ലോ വരെ എത്തിയിട്ടുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ അവർ പൂരിപ്പിച്ചിട്ട് ഇവർ നമ്മളോട് ഒരു തരം പറയും, വേറെ ഒരാളോട് ഓപ്പോസിറ്റ് പറയും. അടുത്ത് നമ്മളെ മുന്നിൽ അവരെ പോലത്തെ ഒരു മാന്യന്മാർ വേറെ ഇല്ല. പറഞ്ഞാൽ മനസ്സിലായോ? നീ എൻ്റെ കുട്ടി സത്യയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയണ ചിലവരുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും. പിന്നെ എങ്ങനെ ആ കാര്യങ്ങൾ വേറെ വല്ലവരും ഒരു ഈ മാതിരി സംശയം കൂട്ടിയിട്ട് ഇന്ന് ഈ ഒരു ആ കൊലപാതകം നടന്നേ കണ്ട എൻ്റെ പടച്ചോനെ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ടൊക്കെ തീർപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടാവും, എന്തൊക്കെ ജീവിതങ്ങളുണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നമ്മളൊരാളെ വിശ്വസിച്ചിട്ട് ആ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളറിയണവരൊക്കെ നമ്മളോട് പറഞ്ഞു തരും നല്ലതല്ല കേട്ടോ, ആ സ്വഭാവം നല്ലതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ട് നമ്മൾ കുറേ വിശ്വസിക്കാണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോണ്ടല്ലോ അതൊരു 19 വയസ്സായ കുട്ടി ഇനി ജീവിതത്തിൽ എന്തോരം പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന കുട്ടിയാണെന്നറിയും. ജീവിതത്തിൽ രണ്ട് വട്ടം വീണൊരു വ്യക്തിയുണ്ട് ഞാൻ. എന്നിട്ട് അതിൽ നിന്ന് എണീക്കാൻ നോക്കുമ്പോൾ പിന്നെയും ഇങ്ങനെ ചവിട്ടണ കുറേ ടീമുകളുണ്ട്. കുറേ ഒന്നുമല്ല, ഒറ്റ ടീമുണ്ട്. ചവിട്ടി ഇങ്ങനെ ഇഞ്ചിപ്പരവായി ഞാനൊന്നും കാട്ടില്ല രാമനാരായണ എന്ന് പറയണ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അത് ഓപ്പോസിറ്റ് വേറെ നീ എന്തായാലും വരണം കേട്ടോ, അവർ പറഞ്ഞോട്ടെ, എൻ്റെ മോനെ നീ അതിന് ഇതാവും, ഇങ്ങനെയല്ലേ വലിയൊരു ഇതായിട്ട് നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. ആളെ സ്വഭാവം നമ്മൾക്കറിയാണ്ടല്ലേ, പഠിപ്പിച്ചു കൊടുക്കുന്ന ആളെ സ്വഭാവം ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാമെന്നില്ല, ആളിങ്ങനെ ഇവിടെ എത്തിയെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മളാദ്യം നന്നാവും, വേറെ ഉള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ. അങ്ങനെ അതേമാതിരി തന്നെ അപ്പം ഇങ്ങനെ ശരിക്കും വിഷയത്തിൽ നിന്ന് മാറുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഈ സംശയരോഗം ഉണ്ടല്ലോ, മാനസികമായിട്ടുണ്ടല്ലോ, ഈ ചെക്കനിങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി സ്വന്തമായിട്ട് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. അതെങ്ങനെ മുന്നേ അതിലായിരിക്കും ഒരു ജീവിതം പോലും ചില കൈവിട്ട് പോണത് ഈ ഒരു അവസ്ഥ കൊണ്ടായിരിക്കും. അത് വല്ല ഞാനൊരു പാവാണ്, ഞാനൊന്നും ചെയ്തില്ല. ആർക്ക് പോയി ആ കൊച്ചിൻ്റെ അമ്മക്കും അച്ഛനിക്കും അല്ലേ പോയത്, അവനിക്ക് എന്താ ജയിലിൽ പോയി കിടക്കാം. ആ കൊച്ചിൻ്റെ അമ്മക്കും അച്ഛനും പോയി. അത്രമാത്രം അവർക്ക് എന്തോരം പ്രതീക്ഷകൾ കൂട്ടി വളർത്തിയുണ്ടാക്കിയ മോളാണ്. അപ്പോൾ ചോദിക്കും, സ്നേഹിച്ചതുകൊണ്ടല്ലേ എങ്ങനെ പറ്റിയതെന്ന് വേറൊരു പക്ഷം ചോദിക്കും. എന്തിനാ സ്നേഹിക്കാൻ നിന്നിട്ടല്ലേ ആ പെൺകുട്ടിക്ക് ഇത് പറ്റിയത്, അതുകൊണ്ടല്ലേ സംശയരോഗം വന്നത്.
ആ കുട്ടി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിങ്ങനെ സംശയിക്കും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഇല്ല അങ്ങനെ ഇല്ല. ചിലവർ അങ്ങനെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഇല്ല എന്നുള്ള നമ്മൾ അത്രമാത്രം ആത്മാർത്ഥത കൊണ്ടാണ് ആ കുട്ടി സ്നേഹിച്ചതുകൊണ്ടല്ല വിളിക്കുമ്പോഴത്തേനും ആ കുട്ടി ഇറങ്ങിപ്പോണം. അങ്ങനെയാണെങ്കിൽ സംശയരോഗമുള്ള ഒരു വ്യക്തിയുടെ കൂടെ എന്നുള്ള പോലും അറിയാണ്ട് ആ കുട്ടി മരണത്തിലേക്ക് കൈ പിടിച്ച് പോകണം. ശരിക്കും ആ ക്യാമറയിൽ ആ കുട്ടിയെ ബൈക്കുമ്പോൾ പോണതൊക്കെ കാണുമ്പോണ്ടല്ലോ, എൻ്റെ പഠിച്ചോനെ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നത്. ഒരു വ്യക്തിയെ എത്രമാത്രം ഇതാക്കിയിട്ട് അവർക്കെന്താ. ഇങ്ങനെ ചില ആൾക്കാർ നമ്മളെ സമൂഹത്തിലുണ്ട്. എത്ര പറഞ്ഞ് തിരുത്താൻ പറ്റിയാലും ഇങ്ങനെ പിന്നെയും ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ചില വൃത്തികെട്ട സ്വഭാവങ്ങളായിട്ട്. അതിനുണ്ടല്ലോ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, ഒരു മമ്മൂട്ടി വില്ലനായിട്ട് വിനായകനൊക്കെ ആയിട്ട്. നല്ല പടമാണ് കേട്ടോ പടം. അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പടം. ഓരോ പെണ്ണുങ്ങളെ എങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് എങ്ങനെ കൊല്ലാം, ഓരോ സൈനൈഡ് കൊടുത്തിട്ട് കൊല്ലണ കുറേ ടീമുകളുണ്ട്. അതേമാതിരി കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടല്ലോ കുറേ മനുഷ്യന്മാർ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ആൾക്കാരുടെ മുന്നിൽ എന്നെ പോലത്തെ ഒരു ഡീസൻറ്റ് വേറെ ഒന്നുമില്ല. എന്തിനൊരാളെ ജീവിതം നശിപ്പിച്ചിട്ട് അതിൻ്റെ പ്രതീക്ഷകൾ നശിപ്പിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊക്കെ എന്ത് അർത്ഥം ഉണ്ടാവണം. എന്തായാലും ആ കൊച്ചിൻ്റെ അമ്മക്കും അച്ഛനക്കും പോയി. അവനിക്കെന്താ അവൻ്റെ അപ്പത്തെ സംശയരോഗം കൊണ്ട് തലക്കടിച്ച് അവൻ കൊല്ലുമ്പോൾ അവന് ഒരു നേരം പെൺകുട്ടീനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അങ്ങനെ തലക്കടിച്ച് കൊല്ലാൻ പറ്റുമോ? കാരണം നമുക്കൊക്കെ അത് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു. കാരണം ആ സിറ്റുവേഷനിൽ കൂടെ ഒക്കെ കടന്നു പോണ എത്രയും ആൾക്കാരുണ്ടാവും എന്നറിയും. ഈ ഒരു സംശയരോഗം മൂലം എത്രയും പെൺകുട്ടികളെ ജീവിതങ്ങൾ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നറിയും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ പറയും, അതങ്ങനെയല്ല കേട്ടോ, ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് വിശ്വസിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അതിന്മേൽ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോണ്ടല്ലോ അത് അടി ഉണ്ടല്ലോ, ഒന്നൊന്നര അടിയൊക്കെ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഫീൽ ആവണം, എന്തൊക്കെ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയായിരിക്കില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ഓക്കെ, ബൈ.